നമുക്ക് കന്യാകുമാരിയിലെ വിശേഷങ്ങൾ കണ്ടാലോ? സത്യം പറഞ്ഞാൽ ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. അത്രയ്ക്കും, കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കന്യാകുമാരി എന്ന് പറയുന്നത്. പക്ഷെ ഒരു വീഡിയോ എടുക്കാൻ പോയത് ഇപ്പം മാത്രം. കാരണം ഇവിടെ പോകുന്നത് കുട്ടിക്കാലത്ത് എപ്പോഴും ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. കാരണം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ മണലിൽ കടലിൽ നിന്ന് അടിഞ്ഞു വരുന്ന ചെറിയ ചെറിയ ശംഖുകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിറക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ള സ്ഥലവും കന്യാകുമാരി തന്നെയാണ്. അവിടുത്തെ ഉദയവും അസ്തമയവും പിന്നെ അതുപോലെ തന്നെ ഈ ശംഖിൻ്റെ ഒരുപാട് തലയിൽ വെക്കുന്ന സ്ലൈഡും പിന്നെ ശംഖ് കൊണ്ടുള്ള പലതരം ആഭരണങ്ങളും കണ്ണാടി അതുപോലത്തെ എല്ലാ സാധനങ്ങളും നമുക്കവിടെ കാണാനും പറ്റും, വാങ്ങാനും പറ്റും. കന്യാകുമാരി ദേവിയുടെ അമ്പലവും പിന്നെ വിവേകാനന്ദ പാറയും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അപ്പം ഈ ഇടക്കാലത്ത് വന്നതാണ്. പണ്ടൊന്നും അതൊന്നുമില്ല. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിൽ പോയി വിവേകാനന്ദ പാറ ഒക്കെ കാണാനും പിന്നെ ഈ ഇതുപോലെ തന്നെ ശംഖില ആഭരണങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഏറ്റവും പെട്ടെന്ന് പോകുന്നത് കന്യാകുമാരി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീന് അത് നമുക്ക് അവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ പറയുന്ന മീന് കാണിച്ചു കൊടുത്താൽ അവരത് ഫ്രൈ ചെയ്ത് തരും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. കന്യാകുമാരിയിലാണെങ്കിൽ താമസിക്കാനൊക്കെ ഒരുപാട് താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൺസെറ്റ് കാണാനും സൺറൈസ് കാണാനും ഒക്കെ അവിടെ സ്റ്റേ ചെയ്ത് കാണാം. പിന്നെ അതുപോലെ എല്ലാ ഹോട്ടലുകളിലും പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നവർക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ആദ്യമായിട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ ഒത്തിരി തവണ പോയിട്ടുണ്ട്, പക്ഷേ ആരെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും പോകാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കന്യാകുമാരിയെ കുറിച്ച് കുറച്ച് ചരിത്രം കേട്ടാലോ? അറബിക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും സംഗമ സ്ഥാനമാണ് കന്യാകുമാരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും അവസാനിക്കുന്നത് കന്യാകുമാരിയിലാണ്. തിരുവനന്തപുരവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് കന്യാകുമാരി. ശുചീന്ദ്രം ശിവക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു പട്ടണമാണ് കന്യാകുമാരി. വിനോദസഞ്ചാരത്തിന് അതീവ പ്രാധാന്യം ഉള്ള ഈ പട്ടണത്തിൽ മനോഹരമായ കടൽ തീരവും കന്യാകുമാരി ബാലാംബിക ക്ഷേത്രവും വിവേകാനന്ദ പാറയും സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ്. ജഗദീശ്വരിയായ ശ്രീ പാർവതിയുടെ അവതാരമായ കന്യാകുമാരി എന്ന ഭഗവതി ബാലാംബിക എന്നറിയപ്പെടുന്നു. പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ ഒരാൾ കൂടിയാണ് കന്യാകുമാരി. കൊല്ലൂർ മൂകാംബിക, കൊടുങ്ങല്ലൂർ ലോകാംബിക, പാലക്കാട് ഹേമാംബിക തുടങ്ങിയവരാണ് മറ്റ് 3 പേർ. കന്യാകുമാരിയുടെ പരമശിവനുമായുള്ള വിവാഹം തടസ്സപ്പെട്ടെന്നും വിവാഹത്തിനായി തയ്യാറാക്കിയ അരിയും
മറ്റ് ധാന്യങ്ങളും പാചകം ചെയ്യാനാകാതെ പോയെന്നുമാണ് ഐതിഹ്യം. അവിവാഹിതയായി തന്നെ തുടരുന്ന കന്യാകുമാരി ദേവി സന്ദർശകരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ ദർശനം നടത്തിയാൽ അവിവാഹിതർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുമെന്നും ഉത്തമ ദാമ്പത്യം ലഭിക്കുമെന്നും സങ്കല്പമുണ്ട്. സൺസെറ്റിന്റെ ഒരു വ്യൂ കണ്ടോ? എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. ഭയങ്കര ഭംഗിയായിരുന്നു, ഭയങ്കര ഭംഗി. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ അത്രയും ഭംഗിയുണ്ട്. ഇത് മീൻ പിടിക്കാനൊക്കെയുള്ള ചൂണ്ട ഉണ്ടാക്കുന്നതാണേ. അപ്പൊ അവിടുത്തെ ആ ഗ്രാമത്തിലെ ഈ കന്യാകുമാരിയുടെ അവിടെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വീടിന്റെ ഫ്രണ്ടില് ആണ് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാ ഈ ചൂണ്ടയുടെ. ഈ പ്രദേശത്താട്ടോ. അപ്പൊ ഇവര് ഈ വലയൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഈ ചൂണ്ടയുടെ ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ഇവിടെയാ. അപ്പൊ ഇവരുടെയൊക്കെ വീടുകളാ ഇതൊക്കെ. ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളാ ഇതെല്ലാം. ഞാൻ ഈ കന്യാകുമാരിയുടെ വീഡിയോ 2 എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാല് ഞാൻ പോയതിന്റെ അന്ന് ഉത്സവമായിരുന്നു, ദേവിയുടെ ഉത്സവമായിരുന്നു അമ്പലത്തിലെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് 2ാം പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് കാണുന്നവർ അതും കൂടെ കാണണം. ചിരട്ട കൊണ്ടുള്ളതാട്ടോ ഇതെല്ലാം. ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും കേട്ടോ. അതായത് ശംഖ് കൊണ്ടുള്ളതും പിന്നെ കുട്ടികൾക്ക് ഉള്ള ക്യാപ്പ്, പിന്നെ അതായത് അവരുടെ ഡ്രസ്സ്, പിന്നെ ബാഗുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ എല്ലാം ഒത്തിരി ഉണ്ട് കേട്ടോ. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇത്രയും ശംഖ് കൊണ്ടുള്ള ഓരോ സാധനങ്ങൾ ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ളതിൽ കന്യാകുമാരി തന്നെയാണ് ഇത്രയും അധികം കളക്ഷൻ ഉള്ളത്. പിന്നെ ഒറിജിനൽ ശംഖൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പോൾ അത് നോക്കിയൊക്കെ വാങ്ങേണ്ടി വരും. അതിനൊക്കെ നല്ല റേറ്റ് കൊടുക്കണം. അവിടുത്തെ മാർവാടികളുടെ കയ്യിലാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കണ്ണാടികളൊക്കെ കണ്ടോ? എന്തൊരു ഭംഗിയാണെന്നറിയോ? എത്ര മോഡലിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഇതൊന്നും അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. 200 രൂപ, 300 രൂപ, 400 രൂപ ആ റേറ്റൊക്കെയാണ്. പിന്നെ ശംഖ് കൊണ്ടുള്ള മാല, തലയിൽ വെക്കുന്ന സ്ലൈഡുകൾ, പിന്നെ കയ്യിലിടുന്ന വള, അങ്ങനെയുള്ള എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തന്നെ കുറേ ഉണ്ട് വാങ്ങാൻ പറ്റുന്നത്. പിന്നെ മസാലകൾ. പിന്നെ ഇതുപോലുള്ള സ്കേർട്ടുകളൊക്കെ കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇത് മസാജ് ചെയ്യുന്ന ബോഡി മസാജിനുള്ള തടി കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതെല്ലാം തടിയിലെ സാധനങ്ങളാണ്.
ഇത് അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ ദേവിയുടെ അമ്പലത്തിലെ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ ഈ പൂക്കളൊക്കെ. ഈ കാണുന്നതാണ് അമ്പലം. അപ്പൊ ഞാൻ അകത്തോട്ട് പോയില്ല, അപ്പൊ അവിടെ വീഡിയോ എടുക്കാനായിട്ട് പ്രശ്നം ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോയിട്ടില്ല. ഇത് കണ്ടോ, നമ്മൾ കുട്ടിക്കാലത്ത് ഇതിൽ കൂടെയാണ് ഈ ഇപ്പൊ ഞാനൊക്കെ ചെറുതിൽ വിചാരിച്ചിരിക്കുന്ന ഇതിൽ കൂടെ കാണുമ്പോഴാണ് വേൾഡ് കാണുന്നത് ഇതിൽ കൂടിയാണ് എന്നാണ് ഞാനൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കാണാനില്ല, ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ട്രിവാൻഡ്രത്തില്ല. അപ്പൊ അങ്ങനെ അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കിയതാ, ഇങ്ങനെ കറക്കി നോക്കി. കാരണം അതിൽ കൂടെ ഇങ്ങനെ പല കളറിൽ ഇങ്ങനെയൊക്കെ ഓടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് വാങ്ങി കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതാണ് കേട്ടോ, ഈ പുള്ളിയാണെങ്കിൽ ഈ ശംഖൊക്കെ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നതാണ്. ശംഖല്ല, സോറി, ചെറിയ ചെറിയ ഈ ശംഖിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ മുത്ത്, ഈ പല കളറിലുള്ള സ്റ്റോണുകൾ, ഇതൊക്കെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ അടിഞ്ഞു വരുന്ന മണലിൽ നിന്ന് ഇവരത് അരിച്ച് വേർതിരിച്ച് നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ കിട്ടും ചിലപ്പോ. അപ്പൊ അതൊക്കെ അവരവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വെക്കും. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വ്യൂ കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെയാണ്, ഈ ഭാഗത്താണ് ഈ ചെറിയ ചെറിയ ശംഖൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞ്, അതൊക്കെ വന്ന് അടിയുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ നിന്നാണ് ഈ ഇതൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വരും. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ മണലൊക്കെ വാരിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നുള്ളിപ്പിറക്കി എടുത്തിട്ട് വരുമായിരുന്നു. പിന്നെ കടൽ പെൻസിൽ ഉണ്ടല്ലോ, അതിപ്പോ കണ്ടില്ല, ഞാൻ ഇത്തവണ പോയപ്പോ കടൽ പെൻസിൽ കണ്ടില്ലായിരുന്നു. ഇപ്പൊ ഈ നീളത്തിലുള്ള ഒരു കറുത്ത ഒരു സാധനം ഉണ്ടല്ലോ, കടൽ പെൻസിൽ എന്ന് പറയും. അപ്പൊ അതൊക്കെ പണ്ട് ഒരുപാട് ഇങ്ങനെ മണലിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് അതിന്റെ കൂടെ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ല. കന്യാകുമാരി സത്യം പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം എന്തോ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമുക്ക് കന്യാകുമാരിയിൽ പോകുമ്പോഴത്തേനും. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കന്യാകുമാരി എന്ന് പറഞ്ഞാൽ. എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. എപ്പോഴും കന്യാകുമാരിയിൽ എപ്പോൾ പോയാലും അത്യാവശ്യം നല്ല തിരക്ക് കാണും. ഒരിക്കലും തിരക്കില്ലാത്ത ഒരു സമയങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് അമ്പലത്തിന്റെ ആ ഒരു സൈഡാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരിക്കലും മടുക്കാത്ത ഒരു സ്ഥലം ഏതാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ കന്യാകുമാരി തന്നെയാണ്. കാരണം ഒരുപാട് തവണ പോയാലും വീണ്ടും 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 പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കന്യാകുമാരി. ഇത് കണ്ടോ, ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, ചെറിയ ചെറിയ ശംഖിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുറേ പേര് അവിടെ നിൽക്കും, നമ്മുടെ നല്ല വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടൊക്കെ പിക്കൊക്കെ എടുത്തു തരും. ഇത് കണ്ടോ, തെറ്റാടി.
ഇതുപോലുള്ള കുറേ ഐറ്റംസ് അവിടെ വാങ്ങാൻ പറ്റും കേട്ടോ. കാരണം ഈ കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സ്, സ്കേർട്ടുകൾ, പിന്നെ വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സ്, അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് വാങ്ങാൻ പറ്റും. ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാം. ഇത് അവിടുത്തെ ഒരു ബീച്ചിന്റെ സൈഡിലുള്ള ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു പാർക്ക് ഏരിയ ആണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ, ഇപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഞാൻ ഷോർട്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പ്ലാന്റ്സിൻ്റെയൊക്കെ ലോങ് വീഡിയോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. കാണുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ആ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, കാരണം ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുവാണ്. ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി അത് പഠിച്ച് എടുത്തു കൊണ്ടുവരുവാണ്. അപ്പം ഞാൻ പോയ സമയത്ത് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമായിരുന്നേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല തിരക്കായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണം കേട്ടോ.